ഇത് നിങ്ങളുടെ ക്ലാസ് റൂമാണ്. പ്ലീസ് കം ഇൻ. നമ്മളിൽ ചിലരൊക്കെ അഗ്നിക്കും ബാക്കിയുള്ളവർ മണ്ണിരകൾക്കുമുള്ള ഭക്ഷണമാണ്. ഒരിക്കൽ എന്നെങ്കിലും ഒരിക്കൽ നമ്മുടെ ശ്വാസം നിൽക്കും. അതിനു മുമ്പ് നമുക്ക് എന്തൊക്കെയോ അറിയാനുണ്ട്. അതറിയാനാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ മുമ്പിൽ ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. അതിൽ അക്ഷരങ്ങളുണ്ട്, ആശയങ്ങളുണ്ട്. പഠിച്ചാൽ നന്ന്. കാരണം അക്ഷരങ്ങൾക്കും ആശയങ്ങൾക്കും ലോകത്തിനെ മാറ്റിമറിക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതിന് മുൻപ് മറ്റു ചില കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. എന്തിനാണ് ഭാഷ? ആശയവിനിമയത്തിന്. ഫോർ കമ്മ്യൂണിക്കേഷൻ. അതെ സാർ, ആശയവിനിമയത്തിന്. അല്ല, പെണ്ണുങ്ങളോട് ചൊല്ലാൻ. കള്ളം പറയാ, പരിഹസിക്കാൻ, കുറ്റപ്പെടുത്താൻ, തർക്കിക്കാൻ, തെറി പറയാൻ. എന്തിനാണ് വിദ്യാഭ്യാസം? അച്ഛനമ്മമാർക്ക് മത്സരിക്കാൻ. ഒരച്ഛനും അമ്മയും തന്റെ മകനെ നല്ലൊരു സ്കൂളിൽ ചേർത്താൽ അയൽവക്കത്തെ അച്ഛനും അമ്മയും തന്റെ കൊച്ചിനെ അതിനേക്കാളും വലിയ സ്കൂളിൽ ചേർക്കും. അയൽവക്കത്തെ പയ്യന് 80% മാർക്കെങ്കിൽ തന്റെ മകൻ 85% മാർക്ക് വേണം. അയൽവക്കത്തെ പയ്യന് 2 സബ്ജക്റ്റിന് ട്യൂഷനെങ്കിൽ തന്റെ മകന് 4 സബ്ജക്റ്റിന് ട്യൂഷൻ വേണം. ഇന്ന് നടക്കുന്നത് വിദ്യാഭ്യാസമല്ല, വിദ്യാഭ്യാസ മത്സരം. മത്സരം കുട്ടികൾ തമ്മിലല്ല, അമ്മമാർ തമ്മിലാണ്, സ്കൂളുകൾ തമ്മിലാണ്. അതിനിടയിൽ വീർപ്പ് മുട്ടി ഞെങ്ങി അമരുന്നവരായിട്ടുണ്ട് നിങ്ങൾ. റൈറ്റ്? എന്തിനാണ് പാഠപുസ്തകം? എന്തിനാണ് പാഠപുസ്തകം? അല്ല, ചുമക്കാൻ. ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ ചുമക്കുന്നവൻ ഏറ്റവും നല്ല വിദ്യാർത്ഥി. എന്തിനാണ് പാഠങ്ങൾ? എന്തിനാണ് പാഠങ്ങൾ? എല്ലാ ഗ്രഹപാഠം ചെയ്യിക്കാൻ പോകുമ്പോ പലതും മറയേണ്ടിയിരിക്കുന്നു, പലതിനെയും മാറ്റേണ്ടിയിരിക്കുന്നു. മാറ്റുവിൻ ചട്ടങ്ങളെ. ആർക്കറിയാതെ? മാറ്റുവിൻ ചട്ടങ്ങളെ. സ്വയമല്ലെങ്കിൽ മാറ്റുമതികളിൽ നിങ്ങളെത്താം. മാറ്റൊലിക്കൊണ്ടീ മൊഴി തന്നെ സർവദാ കാറ്റിരമ്പിൽ നിന്നു കേരളത്തിൽ. 4 പാടും നിന്നത് തന്നെ ചൊല്ലുന്നു. കാലവും നിങ്ങളിൽ നൂന്നി നിൽക്കും കാലിനടിയിലും അസ്വസ്ഥതയുടെ കോലാഹലങ്ങൾ മുഴങ്ങിടുന്നു. 1922 കുമാരനാശാൻ എഴുതിയതാണ്. വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും അതേ ദുരവസ്ഥ ഇന്നും നിലനിൽക്കുന്നു, മറ്റൊരു മുഖാവരണവുമായി. മാറിയേ തീരൂ. പ്ലീസ് ഗെറ്റ് അപ്പ്. സമ്പ്രദായങ്ങൾ മാറണം, ആറ്റിറ്റ്യൂഡുകൾ മാറണം, സമീപനങ്ങൾ മാറണം, ചിന്താഗതികൾ മാറണം, വിദ്യാഭ്യാസ രീതികളും മാറണം. എന്റെ ക്ലാസ്സിൽ ഈ ടെക്സ്റ്റ് ബുക്കിലെ അക്ഷരങ്ങൾ നിങ്ങൾ പഠിക്കും. പക്ഷെ അതിനു മുമ്പ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ഹൗ ടു തിങ്ക്, എങ്ങനെ ചിന്തിക്കണമെന്നാണ്. നിങ്ങൾ എല്ലാവരും സ്വതന്ത്ര ചിന്തകരാകണം എന്നതാണ് എന്റെ ആദ്യ പാഠം. ഫ്രീ തിങ്കേഴ്സ്. ഫ്രീ തിങ്കേഴ്സ് എന്നതുകൊണ്ട് ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് വരും ദിവസങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങൾ ഒന്നറിഞ്ഞോളൂ, നിങ്ങളൊരു വിദ്യാലയാങ്കണത്തിൽ വന്നിരിക്കുന്നത് പരീക്ഷ എഴുതി പാസ്സാകാൻ മാത്രമല്ല. നിങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ എക്സ്ട്രാ ഓർഡിനറി ആക്കാം, എങ്ങനെ അനന്യസാധാരണമാക്കി മാറ്റാമെന്ന് മനസ്സിലാക്കാനും വേണ്ടി കൂടിയാണ്. ശരിയാണ്. Let me introduce myself. I am Vinay Chandran. This group, എന്നെ ഒന്നൊന്ന് പരിചയപ്പെടൂ. Come. Sir, I am Sony Varghese. Hey, Sony Varghese. I am B.C. Kiran. I am Sunny Joseph.
ഐ എം കുര്യാക്കോസ് തോമസ്. കുര്യാക്കോസ് തോമസ്. കുര്യാക്കോസ്. സൂരജ് കിഷോർ. രാജൻ പണിക്കർ. ആൻഡ്രൂ ഫിലിപ്പ്. ആൻഡ്രൂ ഫിലിപ്പ്. ആസിഫ് ഇക്ബാൽ. വാ, ആസിഫിന്റെ കണ്ണൊന്ന് പൊത്തിക്കേ. എന്തിനാ സാർ? കണ്ണ് പൊത്ത്. സാർ കണ്ടോ? ഓ, ഐ എം സോറി. നിങ്ങൾ ആരെങ്കിലും ഒരാളെങ്കിൽ വന്നേ. കുര്യാക്കോസ് തോമസ്. സൂരജ്, എന്റെ ബുക്സിംഗ് എടുത്തേ. നിങ്ങളിൽ ചിലരുടെ മുഖം എന്റെ അകക്കണ്ണിന് പോലും തിരിച്ചറിയാൻ കഴിഞ്ഞിരിക്കുന്നു. ഗുഡ്, ദാറ്റ്സ് ഗുഡ്. നല്ല കാര്യം. സർ. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു. ബാക്കി നാളെ. എന്തൊരു സാറാണപ്പാ ഇത്? ജോക്കർ. ഒന്ന് പോടാ അവിടുന്ന്. നീ ഒന്ന് പോടാ, ക്രാക്ക്. നോ നോ നോ, ഹി ഈസ് വണ്ടർഫുൾ. Yes, unbelievable. കൺകെട്ടിയിരിക്കാരൻ. Come on. ആഹാ, ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? കഴിഞ്ഞു. പെട്ടെന്ന് എന്തോ കൊതി തോന്നിപ്പോയി, സോറി. കോമാളി, തമാശക്കാരൻ, മായാജാലക്കാരൻ എന്നൊക്കെ കുട്ടികൾ എന്നെ പറ്റി പറയുന്നുണ്ടാവണം. സാരമില്ല, ഞങ്ങൾ മെല്ലെ മെല്ലെ അടുക്കും. അടുത്ത് കഴിയുമ്പോൾ എന്തു പറ്റി? ഏ? എന്താ അസിസ്റ്റന്റ് മാനേജറുടെ ശൃംഗാരം വല്ലാണ്ടങ്ങ് കൂടിയോ? അയാളെ കൊണ്ട് തോറ്റു. വല്ലാത്തൊരു നോട്ടവും പെരുമാറ്റവും ഒക്കെ. ഛെ, ഞാൻ വന്ന് സംസാരിക്കാന്ന് പറഞ്ഞാൽ നീ സമ്മതിക്കില്ലല്ലോ. നല്ല മര്യാദയുടെ ഭാഷയിൽ ഞാൻ അയാളോട് പറഞ്ഞു നോക്കാം. എനിക്കാകെ ഒരു ഭാര്യയേ ഉള്ളൂ. അവൾ എനിക്കെല്ലാമാണ്. അവൾക്ക് ജീവിതത്തിൽ ഞാനും അവളുടെ ഒരു അനിയത്തിയും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഒരിക്കൽ പോലും വഴക്കിട്ടിട്ടില്ല. ഒരിക്കൽ പോലും പരസ്പരം വെറുപ്പ് തോന്നിയിട്ടില്ല. ഞങ്ങളുടെ വിവാഹ ജീവിതം, അതായത് സ്ത്രീ പുരുഷ ബന്ധം, അതായത് ദൈവം അനുഗ്രഹിച്ച് അനുവദിച്ചു തന്നിരിക്കുന്ന പ്രത്യേക ബന്ധവും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അതിനൊരു കോട്ടവും തട്ടിയിട്ടില്ല. എനിക്ക് ഈ ലോകത്തിൽ ഈ ഒരുത്തി മാത്രം മതി, എന്റെ സിന്ധു. അതുകൊണ്ട് പ്ലീസ് അസിസ്റ്റന്റ് മാനേജർ, അവളെ എന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കാൻ നോക്കരുത് എന്നൊക്കെ നയപരമായി പറഞ്ഞു നോക്കാം. വെറുതെ എന്തിനാ അയാളോട് സംസാരിച്ച വിനയേട്ടന്റെ അന്തസ്സ പോവാ. എന്നെ നോക്കാൻ എനിക്കറിയാം. നിന്നെ നോക്കാൻ അതിനേക്കാൾ നന്നായിട്ട് എനിക്കറിയാം. ഈ സ്കൂളിലെ കാര്യങ്ങൾ വിനേട്ടാ, വെജിറ്റബിൾസ് ഒക്കെ തീർന്നു. നമ്പ്യാരേട്ടനും ശോശാമ്മയെടുത്ത് ഇപ്പൊ ഉറങ്ങിക്കാണില്ല. എങ്ങനെയാ അവരുടെ തോട്ടത്തിൽ പോയി കുറച്ച് വെജിറ്റബിൾസ് കക്കുക? ഒരു കാര്യം ചെയ്യാം, വിനയേട്ടൻ പോയി മുൻവശത്തിരുന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം. ഞാൻ പിന്നെ പക്കം പോയി കേട്ടോളാം. നീ ഒരു നല്ല പെണ്ണല്ലേ. അന്യരുടെ മുതൽ കക്കാൻ നിനക്കൊരു ലജ്ജയുമില്ലേ? ഈ മോഷണത്തിൽ എനിക്കെന്തോ വല്ലാത്ത സത്യസന്ധത തോന്നുന്നു. പിന്നെ ഒരു കാര്യം, അവിടെ ചെന്ന് അനാവശ്യമായിട്ട് ഒരു കാര്യം സംസാരിക്കരുത്. നമ്പ്യാരേട്ടനോട് പറയാൻ എനിക്ക് ആകെ ഒരു വിഷയം 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 മാത്രമേ ഉള്ളൂ. ഇങ്ങോട്ടല്ല, അങ്ങോട്ട്. നമ്പ്യാരേട്ടാ, വാവിനയാ എന്തെങ്കിലൊക്കെ എടുത്ത് കഴിക്കേ. വേണ്ട വേണ്ട, സിന്ധു അവിടെ എല്ലാം ഉണ്ടാക്ക. ഞാൻ ഒഴിച്ചു തരാം. സ്കൂളൊക്കെ ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് തന്റെ ജോലി? നോക്കിക്കോ, 600 കുട്ടികളുള്ള സ്കൂളിൽ എന്റെ കയ്യിൽ വന്നു ചേർന്നത് വെറും 24 കുട്ടികളാണ്. അവരെ ഞാൻ സ്കൂളിന്റെ അഭിമാനങ്ങളാക്കും. അവരാണ് ജീവിതത്തിൽ സമ്പൂർണ്ണ വിജയം വരിക്കാൻ പോകുന്നത്, യഥാർത്ഥ പൗരന്മാരാകാൻ പോകുന്നത്. ആ ക്ലാസ്സില് എനിക്കും ശോശാമയ്ക്കും വന്നിരിക്കാൻ പറ്റുമോ? ഞങ്ങൾക്കും തന്നിൽ നിന്ന് പലതും പഠിക്കാനുണ്ട്. നമ്പ്യാരേട്ടനൊക്കെ ഇനി എന്തോ പഠിക്കാനാ? എല്ലാം പഠിപ്പിച്ചു തരാൻ ശോശാമ്മച്ചേട്ട തിരിപ്പില്ലേ? എന്തോ ഒരു മുതലാ. വിളവെടുക്കല്ലേ? കുറച്ച് കടല വിടട്ടെ. കടല പിന്നെ കടല ബെസ്റ്റ് അല്ലേ? നല്ലതാ. സിന്ധു ഒറ്റയ്ക്കിരിക്കല്ലേ? വിനേന്ദ്രൻ പോതില്ലേ? ഞാനെങ്ങും ഇല്ല. അവള് കിടന്നുറങ്ങട്ടെ, അത് കഴിഞ്ഞ് പോവാം. അതെന്താ അങ്ങനെ? അവള് കിടന്നുറങ്ങട്ടെ, അത് കഴിഞ്ഞ് ഞാൻ ഒച്ച ഉണ്ടാക്കാതെ ഉണത്താതെ പോയി കിടന്നോളാം. അതെന്താ അങ്ങനെ? എന്നെ കൊണ്ട് വയ്യ. ദിവസവും ദിവസവും ഭാര്യയില്ലേ? അവരുടെ അവകാശല്ലേ? ചേട്ടാ, ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാ മതി.
അപ്പോഴേക്കും അവളങ്ങ് വികാരവതിയാകും. പിന്നെ അറിയാമല്ലോ, അത് അവിടെ ചെന്നേ അവസാനിക്കും. പക്ഷെ ചേട്ടാ എന്തിനൊരു അളവൊക്കെയില്ല നമ്പേരേട്ടാ. ഇന്നലെ പാട്ടും ബഹളമൊക്കെ കേട്ടു. എന്തായിരുന്നു? ഇന്നലെ ഞാനും നല്ല മൂഡിലായിരുന്നു. ആണോ? ഇവിടെ ഇരിക്ക്. പറ മോനെ. ക്ലാസ് ഒക്കെ തുടങ്ങിയ സന്തോഷമല്ലേ? ആ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാൻ തുടങ്ങുമ്പോഴേക്കും സിന്ധു എന്റെ മാറിലേക്ക് ചാഞ്ഞു. ഇപ്പൊ ഒരു പുതിയ ഹെർബൽ ഷാമ്പു ഇറങ്ങിയിട്ടുണ്ട്. ചെമ്പകപ്പൂക്കൾ കൊണ്ട് മാത്രം ഉണ്ടാക്കുന്നത്. അതൊക്കെ തേച്ച് കുളി കഴിഞ്ഞ് സിന്ധു ഇങ്ങോട്ട് ഇറങ്ങി വന്നേ ഉള്ളൂ. എന്റെ ചേട്ടാ അതിന്റെ മണം മൂക്കിൽ അടിച്ചാണ്ടല്ലോ നമ്മുടെ കംപ്ലീറ്റ് ഞരമ്പുകൾ അങ്ങോട്ട് എണീക്കും. പിന്നെ എന്തിനാ എങ്ങനെയാ? നല്ല ലാളനെയൊക്കെ കൊടുത്ത ശേഷാണല്ലോ അല്ലേ? നല്ലോണം ലാളിപ്പിച്ചിട്ടാ. എങ്ങനെ? എങ്ങനെയാന്ന് വെച്ചാല് ആ കൈ ഇങ്ങോട്ട് തന്നെ. അതെ, ഈ കയ്യിൽ നമ്മളിങ്ങനെ പിടിച്ചൊക്കെ ഞെക്കിയാലേ അവര് വിചാരിക്കും നമ്മൾ ഏതാണ്ട് തിരുമുകാരാണ്. ഇതൊരു പൂവായിട്ട് വിചാരിക്കണം. എന്നിട്ട് ഇങ്ങനെ മൃദുലമായിട്ട് തടകണം. സ്പീഡ് ഒട്ടും കൂട്ടരുത്, ഒരേ താളത്തിൽ. അപ്പൊ സ്നേഹപൂർവം എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇങ്ങനെയൊക്കെ ഉണ്ട് ഇതിലല്ലേ? പിന്നെ കൈയൊരു തുടക്കം മാത്രമാണ്. പിന്നെ പല സ്ഥലത്തും പോണം. എവിടെ? മുഖത്ത്, ചുണ്ടത്ത്, ചെവിയിൽ. സിന്ധുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എന്താ? ഇവിടെ 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 ഇവിടെ, ഈ കഴുത്തിന്റെ അവിടെ. ഈ സമയത്ത് പുരുഷന് 4 കൈകൾ ഉണ്ടായിരുന്നെങ്കിലെന്ന് അവരാഗ്രഹിച്ചു പോകും. ഞാനിപ്പൊ ആഗ്രഹിച്ചുള്ളൂ ഇങ്ങനെ. വിനയേന്ദ്ര കൊള്ളാം, വിടണ്ട, ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോട്ടെ. പിന്നെ പിന്നൊന്നുമില്ല, സിന്ധു അറിയിക്കണോ? അയ്യോ ഞാൻ പോണു. എവിടെ ഉറങ്ങാൻ? മണി 9:30 ആയുള്ളൂ. വിനയേന്ദ്ര, ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ മടി കാണിക്കരുത്. ഈ പ്രായം കഴിഞ്ഞ പിന്നെ ഒന്നും നടക്കില്ല. അബദ്ധം 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 നമ്പ്യാരേട്ടാ. ഇതിന് പ്രായമൊന്നുമില്ല, മനസ്സാണ്. മനസ്സാഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കും. പ്രായമാകുമ്പോ വെറുതെ ഓരോന്ന് സങ്കല്പിച്ചുണ്ടാക്കുന്നതല്ലേ. എപ്പോഴും ഒരു 25കാരനാണെന്നുള്ള ചിന്ത മനസ്സിൽ വേണം. പ്രായത്തിന്റെ കാര്യം ഇവിടെ, അല്ലാതെ നമ്പ്യാരേട്ടന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷെ പഴയ പോലെ പിക്കപ്പ് കാണില്ല. ചുമ്മാ തോന്നലാണ്. ഇങ്ങനെയുള്ള കാര്യമൊന്നും മനസ്സിലോട്ട് കേട്ടരുത്. ശോശാമ്മ ചേച്ചിക്ക് എപ്പോഴും 22 വയസ്സ്. ചെമ്പകപ്പൂവിന്റെ ഹെർബൽ ഷാമ്പു വേണോ? ഇന്നിപ്പോ രാത്രിയിൽ കുളിക്കാൻ പറഞ്ഞ അവള് കുളിക്കോ? നാളെ മതി. എന്നാ വിനയേന്ദ്ര ഒരു കാര്യം, വീട്ടിലേക്ക് ചെല്ലേ. സിന്ധു ഉറങ്ങി കാണും. ചെല്ലേ ചെല്ലേ. അവിടെ പോയി എന്തൊക്കെ പറഞ്ഞു പിടിപ്പിച്ചു? നമ്പ്യാരേട്ടനും ശോശാമ്മ ചേട്ടത്തിക്കും ഇന്നാദ്യ രാത്രി. അതെന്താ? വാ കാണിച്ചു തരാം. അയ്യോ, സ്റ്റൂ അടുപ്പിക്കിടക്കണോ? സ്റ്റൂ അവിടെ കിടക്കട്ടെ. ഇപ്പൊ കേടും അവിടെ വിളക്കുകൾ. എന്താ അങ്ങനെ? ഇന്ന് രാത്രി നമ്പ്യാരേട്ടന് വയസ്സ് 25, ശോശാമ്മ ചേട്ടത്തേക്ക് 22, നമുക്കും. എന്ത് പറ്റി? നമ്പ്യാരേട്ടനെ ഇളക്കാൻ പോയി ഞാൻ ഇളകിപ്പോയി. Get in. സർ, ഞങ്ങൾ അകത്താണ് ഇരിക്കുന്നത്. സാറാണ് പുറത്ത് നിൽക്കുന്നത്. യു പ്ലീസ് ഗെറ്റ് ഇൻ. No, 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 no. You please get inside the class. നിങ്ങൾ ദയവേത് ക്ലാസ്സിലേക്ക് വാ. ഇന്ന് നിങ്ങളുടെ ക്ലാസ് റൂം പുറത്താണ്. Come on. Come on, come on, come on, come on.